വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം മാറ്റിമറിക്കാൻ ഒരുങ്ങുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. വിവാദങ്ങളുടെ വേലിയേറ്റങ്ങളെ അതിജീവിച്ച് സംസ്ഥാനത്തെ പ്രബല സമുദായാംഗങ്ങളായ NSSഉം SNDPയും കൈകോർക്കുന്നത് LDFന് വലിയ രാഷ്ട്രീയ വിജയത്തിലേക്ക് വഴി തുറക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് സമുദായ നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്ന ഇടത് അനുകൂല നിലപാട് വരാനിരിക്കുന്ന പോരാട്ടത്തിൽ പിണറായി സർക്കാരിന് ജീവശ്വാസമായി മാറുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികളിലും തളരാതെ മുന്നോട്ടു പോകുന്ന ഇടതു മുന്നണിക്ക് പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. 2021 ഭരണമാറ്റം ആഗ്രഹിച്ചിരുന്ന NSS പോലും ഇപ്പോൾ പിണറായി സർക്കാരിന്റെ വികസന നയങ്ങളിലും വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിലും സംതൃപ്തരാണ്. 2019 സർക്കാരിനെതിരെ നിലകൊണ്ട NSS 2025 സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് സംഘടിപ്പിച്ച അയ്യപ്പ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത് രാഷ്ട്രീയ കേരളത്തിലെ ഞെട്ടിച്ച സംഭവമാണ്. ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുകയാണെന്നും BJP വാഗ്ദാനങ്ങൾ ലംഘിച്ചുവെന്നുമുള്ള NSS വൈസ് പ്രസിഡന്റ് സംഗീത് കുമാറിന്റെ വിമർശനം ഇടതുപക്ഷത്തിന് വലിയ ഊർജമാണ് പകർന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരും ഒരേ സ്വരത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ രംഗത്തെത്തിയത് LDFന്റെ രാഷ്ട്രീയ വിജയമായി തന്നെ വിലയിരുത്തേണ്ട കാര്യമാണ്. വർഗീയതയ്ക്കെതിരെ സംസാരിക്കാൻ VD സതീശന് അർഹതയില്ലെന്നും സമുദായ നേതാക്കളെ അവഗണിക്കുന്ന നിലപാട് തിരിച്ചടിയാക്കുമെന്നും ഇരു നേതാക്കളും വ്യക്തമാക്കുന്നുമുണ്ട്. സതീശൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഈഴവ നായർ സമുദായങ്ങൾക്കിടയിൽ ഇടതുപക്ഷത്തോടുള്ള അടുപ്പം വർദ്ധിപ്പിക്കാനേ സഹായിച്ചിട്ടുള്ളൂ. സ്വർണ്ണക്കൊള്ളക്കേസിൽ കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന CPMന്റെ ഉറപ്പും ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങളും സമുദായ നേതാക്കൾക്കിടയിൽ സർക്കാരിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിച്ച ഫാക്ടേഴ്സാണ്. UDFന്റെ കുത്തക വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ ഈ പുനരൈക്യം സഹായിക്കുമെന്നത് ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ചയ്ക്കുള്ള ശക്തമായ സൂചനയാണ് നൽകുന്നത്. ചുരുക്കത്തിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ വികസനവും സമുദായ സൗഹൃദവും കൊണ്ട് നേരിടുന്ന ഇടതുമുന്നണി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ രാഷ്ട്രീയ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. അതേസമയം ബേപ്പൂർ സീറ്റല്ലാതെ മറ്റു സീറ്റുകളൊന്നും UDFിൽ നിന്ന് PV അൻവറിന് ലഭിക്കില്ല എന്നതും തീരുമാനമായി. സുരക്ഷിത മണ്ഡലത്തിനായി അൻവർ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും കോൺഗ്രസ് വഴങ്ങില്ലെന്നാണ് റിപ്പോർട്ട്. മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ താൻ മത്സരിക്കുമെന്ന് അൻവർ നേരത്തെ വെല്ലുവിളി മുഴക്കി. ബേപ്പൂരിൽ തന്നെ അൻവർ മത്സരിക്കട്ടെ എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. മുഹമ്മദ് റിയാസിനെതിരെ താൻ മത്സരിക്കുമെന്ന് അൻവർ പലവട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിലും മണ്ഡലത്തിൽ LDF അനുകൂല സാഹചര്യമാണെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് അൻവറിന്റെ പിന്നോട്ട് പോക്ക്. MLA, മന്ത്രി എന്നീ നിലകളിലെല്ലാം മുഹമ്മദ് റിയാസ് മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അതിനാൽ ബേപ്പൂരിൽ UDFന് പ്രതീക്ഷയില്ലെന്നാണ് അൻവർ അണികളും കരുതുന്നത്. അതേസമയം വലിയ വെല്ലുവിളി നടത്തിയ സാഹചര്യത്തിൽ ഇനി ബേപ്പൂരിൽ മത്സരിച്ചില്ലെങ്കിൽ അത് നാണക്കേടാകുമെന്നും അൻവർ ക്യാമ്പിനറിയാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 82,165 വോട്ടുകളുമായാണ് മുഹമ്മദ് റിയാസ് ജയിച്ചത്. 28,747 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് റിയാസിനുണ്ടായത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് മേൽക്കൈ ഉണ്ടായിരുന്നിട്ടും ബേപ്പൂരിൽ LDF ആണ് മുന്നിട്ട് നിന്നത്. ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്താണ് അൻവർ ബേപ്പൂരിൽ നിന്ന് മാറാൻ ആലോചിക്കുന്നത്.